ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഖുദ്റത്ത് ഈ രാത്രിയുടെ സമയങ്ങളിലും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നൊരടിമയായി മാറാൻ, അവന് ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ അടിമകളായി ചിന്തിക്കാൻ, അവനിഷ്ടപ്പെട്ട ദാസന്മാരാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായി മാറാൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മളതിന് പരിശ്രമിക്കുന്നു എന്ന നല്ല മനസ്സ് നമുക്ക് നൽകിയ റബ്ബ് അവരെത്ര കാരുണ്യവാനാണ്. രാത്രിയുടെ സമയങ്ങളിൽ റബ്ബിനെ മറന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളെ റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ അമലുകളും അവൻ്റെ കോടതിയിൽ സ്വീകരിക്കുന്ന അമലുകളായി മാറ്റട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഇബാദത്തിൻ്റെ ആളുകളായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയം. ഒരുപക്ഷെ നാളെ, ഇന്ന് മാസപ്പിറവി കണ്ടാൽ തിങ്കളാഴ്ച പെരുന്നാളാവാൻ സാധ്യതയുള്ള സമയം. ഒമാനൊഴികെയുള്ള രാജ്യങ്ങളിലൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. നേരം പുലരുന്നതോടുകൂടി ഈദിലേക്ക് പ്രവേശിക്കുകയാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് സന്തോഷിക്കാനുള്ള, ആനന്ദിക്കാനുള്ള ഈ പെരുന്നാളിൻ്റെ സുദിനത്തെ സന്തോഷകരമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസത്തിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ ഫലസ്തീനാണ്. പിഞ്ചുകുട്ടികളെ കയ്യിലേന്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട ഒരുപാട് മക്കളും പ്രായമുള്ളവരും. ഈ സമയത്ത് അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ പകരം അല്ലാഹു അർഹമായ പ്രതിഫലം അവർക്ക് നൽകുമാറാവട്ടെ. നിർഭയത്വമുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ, പേടിയില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിത പശ്ചാത്തല പടച്ചോ ഞമ്മക്ക് തന്നത് അത് ചില്ലറ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിടത്ത് ഒന്നാമത് പടച്ച റബ്ബ് പറഞ്ഞത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി എന്നാണ്. പേടിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. രാത്രി ഉറങ്ങുന്നതിനിടയിൽ ബോംബിന്റെ ശബ്ദം കേൾക്കുമോ എന്നൊരു പേടിയിൽ കിടന്നുറങ്ങുന്ന മക്കളാണെന്ന് ഫലസ്തീനിലെ മക്കൾ. വെടിയുണ്ടകൾ തൻ്റെ മുന്നിലേക്ക് വന്നു വീഴുന്ന ആ ഒരു ശബ്ദത്തെ ഭയന്നുകൊണ്ട് അവർ കിടന്നുറങ്ങുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന, അവരാക്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ സ്വന്തം നാടിനെ കയ്യേറ്റം നടത്തിയിട്ട് ജീവിക്കാൻ അവകാശം കൊടുത്തതിൻ്റെ പേരിൽ, സ്വന്തം നാട്ടിൽ വന്ന് അഭയാർത്ഥികളായി വന്നിട്ട് അവർക്ക് ജീവിക്കാൻ അവകാശം കൊടുത്തതിൻ്റെ പേരിൽ പിന്നീട് ആ നാടിനെ സ്വന്തം കരങ്ങളിൽ ഒതുക്കാനുള്ള പരിശ്രമത്തിൽ അഭയം കൊടുത്തവരെ തന്നെ ആക്രമിക്കുന്ന ക്രൂരന്മാരായ ആളുകളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈമാനും ഇഖ്ലാസും നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസം എന്നുള്ളത്. നിർഭയത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഇസ്ലാമിന്. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും, ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഫലസ്തീനിലെ ചില മുസ്ലിമീങ്ങൾ അതിനൊക്കെ ഏറ്റുമുട്ടുന്നതും ഈമാനിനെ നിലനിർത്തിക്കൊണ്ട് ശത്രുസംഘത്തിൻ്റെ ഇടയിൽ ചെന്ന് നിന്ന് സംസാരിക്കുന്നതുമൊക്കെ എന്തുകൊണ്ടാണ് അവർക്കത് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അവരുൾക്കൊണ്ട വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവരുൾക്കൊണ്ട വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വെടിയുണ്ടകൾ കയ്യിലേന്തിയിട്ട്, തോക്ക് കയ്യിലേന്തി അതുകൊണ്ട് വെടിയുതിർക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് ആ ശത്രുസംഘത്തെ നേരിടുന്ന ഒരു പറ്റം കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരെ പേടിയാണ് ഇന്ന്, ഫലസ്തീനികളെ പേടിയാണ് മറ്റുള്ളവർക്ക്. ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് ഫലസ്തീൻ്റെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭയം ശത്രുക്കൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് വിശ്വാസികൾക്ക് അല്ലാഹു കൊടുത്ത നിർഭയത്തുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നേടിയെടുക്കുന്നത് ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിലൂടെ മാത്രമാണ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റബ്ബിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു അനുഭൂതി, അത് പരീക്ഷണത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എത്ര വലിയ പ്രതിസന്ധികൾ കൂരമ്പുകളായി ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ശരി, അള്ളാഹു പറഞ്ഞല്ലോ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വൃക്ഷത്തിന്റെ ഉപമയാണ്. അസ്ലുഹാ സാബിത്തുൻ വ ഫറഉഹാ ഫിസ്സമാ. ആഴങ്ങളിലേക്ക് വേരുകൾ ഇറങ്ങിച്ചെന്ന് മണ്ണിനോട് പിടിച്ചു നിൽക്കുന്ന ഒരു നല്ല ഉയരം കൂടിയ ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണം. ആ വൃക്ഷം പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ മണ്ണിനോട് ഇറങ്ങി നിൽക്കുന്നു. ഫറഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ ആകാശമുട്ട പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ചില്ലകളാണ് അതിനുള്ളത്. അങ്ങനെയുള്ളൊരു വൃക്ഷത്തെ ഉപമിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചൊരു ഇതുപോലെയാണ് ഒരു വിശ്വാസി. എത്ര വലിയ കൊടുങ്കാറ്റുകൾ കടന്നു വന്നാലും ആടി ഉലയാതെ നിൽക്കുന്നൊരു വൃക്ഷത്തിനെ ഉപമിച്ചുകൊണ്ടാണ് വിശ്വാസിയുടെ ഈമാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ശരി, ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഈമാനികമായ കരുത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.
റബ്ബ് എന്ന പദത്തിനെ അവർ ഉൾക്കൊണ്ട, ഖാലിഖ് എന്ന പദത്തിനെ അവർ ഉൾക്കൊണ്ട, മാലിക് എന്ന പദത്തിനെ അവർ ഉൾക്കൊണ്ടതിന്റെ ആഴം ചെറുതല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഇസ്ലാം സ്വീകരിച്ചിട്ട് കൂടുതലുമായിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ യജമാനൻ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അതെ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ കൈകളിലേക്ക് കൊടുത്തു. കയറ് കഴുത്തിൽ കെട്ടിയ കയറ് കൊടുത്തിട്ട് വലിക്കാണ്. പാറകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിലൂടെ മഹാനായ ബിലാൽ ഇബ്നു റബാഹിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭരണം കയ്യിലില്ല, ശത്രു സംഘത്തെ നേരിടാനുള്ള ഒരു ആൾബലമില്ല, പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ രക്ഷയില്ലാതെ നിൽക്കുന്ന സമയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ അനുഭവിക്കുന്ന ഈ രംഗം കണ്ടിട്ട് ബിലാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒന്ന്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അതിഷ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് വെള്ളത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ബിലാലിന്റെ മുഖത്തേക്ക് കർക്കിച്ച് തുപ്പിയ രംഗം ചരിത്രത്തിൽ കടന്നുപോയി. ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് കാണാം, മുഖത്തിങ്ങനെ തുപ്പല്, ശത്രുവിന്റെ തുപ്പല് ഒലിച്ചിറങ്ങുന്ന സമയത്ത് തൊണ്ട ഒന്ന് നനക്കാൻ വേണ്ടി തൻ്റെ നാവ് കൊണ്ട് വടിച്ചെടുക്കുന്ന ശത്രുവിന്റെ തുപ്പലിനെ പോലും നാവ് കൊണ്ട് വടിച്ചെടുത്ത രംഗം ബിലാലിന്റെ ജീവിതത്തിൽ നിസ്സാരമല്ലായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിതത്തിൽ ത്യാഗം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലാത്തയെ വിളിക്ക്, നീ ഉസ്സയെ വിളിക്ക്, മുഹമ്മദ് പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ പ്രയോഗമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നടത്തുന്നത്. അല്ലാഹു അഹദ്, അവൻ ഏകനാണ്, അല്ല ഏകനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്താലും ശരി ആ ആശയത്തിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈമാൻ. അതാണ് ഈമാൻ. ആ ഈമാനാണ് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഒരു ശത്രുവിനെയും തെല്ലും പേടിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല. സുമയ്യ റളിയല്ലാഹു അൻഹയെ മലർത്തിക്കടത്തി തൻ്റെ മകന്റെ തൻ്റെ ഭർത്താവിന്റെ മുന്നിൽ നിന്ന് ഇരുമ്പിന്റെ അമ്പ് കുന്തം, ആ ഇരുമ്പിന്റെ കുന്തം പഴുപ്പിച്ചിട്ട് മർമ്മഭാഗത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹുവിനോട് ശിർക്കിന്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പറയുമ്പോൾ ഉറക്കെ പറഞ്ഞത് ഇതേ വാക്കുകളാണ്, അല്ലാഹു അഹദ്, അവൻ ഏകനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൂടെ ഞാൻ മറ്റൊരാളെയും ഞാൻ വിളിക്കൂല എന്ന് പ്രഖ്യാപിക്കണ സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, ആ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാസിർ കുടുംബത്തിന്റെ അടുക്കലേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ഇസ്ബിർ യാ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണം, ഇസ്ബിറു വസാബിറു വറാബിതു, നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമയിൽ മുൻകടക്കൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും സഹിക്കാനും പിടിച്ചു വെക്കാനുമുള്ള ഈമാൻ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂമി ലോകത്ത് പതറേണ്ടി വരൂലാണ്, പേടിക്കേണ്ടി വരൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുണ്ടോ, അങ്ങനെ ഒരു ഈമാനിനെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു ശത്രുവിന്റെ മുന്നിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ട പ്രശ്നമല്ല, പേടിക്കേണ്ട പ്രശ്നമല്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. ഖാലിഖായ, മാലിക്കായ, മുദബ്ബിറായ, മുതസർരിഫായ, എല്ലാ അർത്ഥത്തിലും നമുക്ക് സംരക്ഷണം നൽകുന്ന സൃഷ്ടാവായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പാഠമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചു കെട്ടി കിട്ടാവുന്ന വിറകുകളൊക്കെ ശേഖരിച്ചിട്ടാണ് തീക്കുണ്ടാരുണ്ടാക്കിയത്. കിട്ടാവുന്ന വിറകുകളൊക്കെ ശേഖരിച്ചിട്ട് ആ വിറകുകൾ ശേഖരിച്ചിട്ട് തീക്കുണ്ടാരുണ്ടാക്കി ആ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് പോയി നിൽക്കാൻ പറ്റാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഇബ്രാഹിമിനെ വലിച്ചെറിയണം. അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ എങ്ങനെ എറിയും? അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ദൂരെ നിന്ന് ഇബ്രാഹിമിനെ എറിയാൻ കഴിയണം. എങ്ങനെ എറിയാ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതെ ഒരു അമ്പുണ്ടാക്കിയിട്ട്, മരത്തിന്റെ വലിയ അമ്പുകൾ ഉണ്ടാക്കി അമ്പിന്റെ മുന്നിൽ വെച്ച് കെട്ടിയിട്ട് വലിച്ചു വിടാനാണ് തീരുമാനം. പിടിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി വന്നിട്ട് പറഞ്ഞു,
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, താങ്കൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, റബ്ബിനോടൊന്ന് പറഞ്ഞാൽ മതി, ഇബ്രാഹിം ഈ എൻ്റെ ചിറകുകൾ കൊണ്ട് കെടുത്താവുന്ന തീയേ ഉള്ളൂ ഇത്, അതുകൊണ്ട് താങ്കളൊന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് അനുവാദം തന്നാൽ ആ തീ കെടുത്തുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ലാന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അപ്പോൾ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക്, എന്നെ എൻ്റെ റബ്ബിനറിയാം, എൻ്റെ റബ്ബിന് എന്നെ അറിയാം, എനിക്കെൻ്റെ റബ്ബിനെയും അറിയാം. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞത്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഈ വിശ്വാസം സഹോദരങ്ങളെ, തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ എൻ്റെ റബ്ബിനെ കൈവിടിയൂല. ആ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു വിശ്വാസം ജീവിതത്തിൽ സ്വീകരിക്കണമെങ്കിൽ ആ ഈമാനിൻ്റെ ആഴെത്രയാണ്. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് പതിക്കുമ്പോ അള്ളാഹു തീയിനോട് പറയാണ്, ഖുൽനാ, നാം അതിനോട് പറഞ്ഞു, യാ നാറുകുനി, തീയെ നീ ആവണം ബർദം വസലാമൻ അലാ ഇബ്രാഹിം, എന്റെ ഇബ്രാഹിമിന്റെ മേൽ നീ തണുപ്പായി മാറിക്കളാണ്, എന്റെ ഇബ്രാഹിമിന്റെ മേൽ നീ ബർദൻ, നീ തണുപ്പാവണം, വസലാമൻ, നീ സമാധാനമായി മാറ്, അലാ ഇബ്രാഹിം, എന്റെ ഇബ്രാഹിമിന്റെ മേൽ അവന് നീ പരിക്ക് പറ്റിക്കരുതെന്ന് തീയിനോട് അല്ലാഹു കൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അള്ളാന്റെ സഹായം കിട്ടാൻ വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഈ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ ഭവനത്തിൽ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ ചിന്തിക്കണം. പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ആരുടെ മുന്നിലും ആദർശത്തെ അടിയറവ് വെക്കാതെ അല്ലാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് എന്റെ റബ്ബെനിക്കുണ്ട് എന്ന് ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും ഒരു ശിർക്കിലേക്കും പോകാതെ, ഒരു മന്ത്രവാദിയുടെ അടുക്കലേക്കും പോകാതെ, അതേ മന്ത്രി ചൂതിക്കെട്ടുന്ന ഒരു നൂലിലേക്കും അഭയം പ്രാപിക്കാതെ, കെട്ടി ഉയർത്തിയ ദർഗകളുടെ മുന്നിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉചിതമായ ഒരു ആദർശം വേറില്ല, അതിനേക്കാൾ പളുങ്ക് പോലെയുള്ള പവിത്രമായ ഒരു ആദർശം വേറെ ഇല്ല എന്ന് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിന്റെ പടയൊരുക്കം നടത്തി, ഉഹുദ് യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും ഉഹുദ് വിജയിച്ചു എന്ന് പരക്കുകയാണ് വാർത്ത. അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയ സ്ഥലത്തു നിന്ന് വിശ്വാസികളായ ചില ആളുകൾ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. റസൂല് നിർത്തിയ സ്ഥലത്ത് നിന്ന് ചില സ്വഹാബികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. റസൂല് പറയുന്നതിന് മുമ്പ് അവരെന്നെ അങ്ങോട്ട് തീരുമാനിച്ചു, യുദ്ധം കഴിഞ്ഞല്ലോ എന്ന്. അവരെന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ കൽപ്പന വരുന്നതിന് മുമ്പ് ഇറങ്ങിയതിന്റെ ഫലം ശത്രുക്കൾ അതുവഴി കയറി വന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. വിജയത്തിന്റെ വക്കീലെത്തിയ ഉഹുദിന്റെ ഭൂമി പരാജയത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നത് ചരിത്രം കണ്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൽപ്പിച്ച കൽപ്പന അത് തിരസ്കരിച്ചതിന്റെ ഫലമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. കയറി വന്ന ശത്രുക്കൾ മുസ്ലിമീങ്ങളെ അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു, പരാജയത്തിലേക്ക് എത്തിപ്പെട്ടു. എന്നിട്ട് ആ ശത്രു സംഘത്തിന്റെ സൈന്യത്തിന്റെ നേതാവ് അന്ന് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ റളിയല്ലാഹു അൻഹു ആയി മാറുന്നത് പിന്നീട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഉഹദിന്റെ ഭൂമിയിൽ അന്ന് അവർക്ക് ആ നേതാവായി നിൽക്കുന്ന അബൂ സുഫിയാൻ ഇങ്ങനെ ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് മുസ്ലിമീങ്ങളെ നോക്കിയിട്ട് പരിഹാസത്തിന്റെ വർത്താനങ്ങൾ പറയുന്ന സമയമാണ്. മുസ്ലിങ്ങളെ നോക്കിയിട്ട് പരിഹസിക്കാൻ, ഓരോ കമന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഓരോ കമന്റ് പറയുമ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടിങ്ങിട്ട് എണീക്കും പ്രതികരിക്കാൻ വേണ്ടി. കാരണം ഇത്തിരി മുൻകോപിയായ, ഇത്തിരി ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ തല പിടിച്ച് അവിടെ ഇരിക്കുമറേ ഉമറിനെ ഇരുത്തും. അബൂ സുഫിയാൻ വീണ്ടും എന്തെങ്കിലും പറയും, ഉമറിനെ പിടിച്ചിരുത്തും. ആ കൂട്ടത്തിൽ അതിനൊന്നും മറുപടി പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. അതെ, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും. അബൂ സുഫിയാൻ പറഞ്ഞു, ലനൽ ഉസ്സ, മുഹമ്മദേ ഞങ്ങൾ ജയിക്കാൻ കാരണം എന്താണെന്നറിയോ? ലനൽ ഉസ്സ, ഞങ്ങൾക്ക് ഉസ്സയുണ്ട് ഞങ്ങളുടെ സംരക്ഷകനായി, വല ഉസ്സ ലക്കും, നിങ്ങൾക്ക് സംരക്ഷകനായി ഉസ്സയില്ലല്ലോ എന്നാണ്. ഈ വാചകം കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊടുക്കു മറുപടി.
അതിന് മറുപടി ഇരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ആവേശത്തോടെ എഴുന്നേറ്റ് പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ജീവിതത്തിൽ ഖൽബിന്റെ ഉള്ളിൽ കൊത്തിവെക്കേണ്ട പ്രഖ്യാപനം. അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും. ഞങ്ങൾക്ക് മൗലയായി, ഞങ്ങൾക്ക് സംരക്ഷകനായി ഖാലിഖായ റബ്ബുണ്ട് ഞങ്ങളുടെ കൂടെ, വലാ മൗലാ ലക്കും, അല്ലാഹു നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന മുശ്രിക്കിന്റെ വായടപ്പൻ മറുപടി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. മിണ്ടിയിട്ടില്ല പിന്നെ ചരിത്രം. ഇരിക്കുന്നിടത്തുനിന്ന് ശത്രുവിനെ പിടിച്ചിരുത്തിയ പ്രതികരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം ചരിത്രത്തിൽ കാണാം. അത് അവരുടെ ഒരു വെറും വാക്കല്ല, അതവരുടെ കൽബിൽ പതിച്ച വാക്കാൻ, അതവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിത്തിരിച്ച വാക്കാൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധമൊക്കെ കൊടുമ്പിരി കൊണ്ട് യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിൽ ഞങ്ങൾക്കൊന്ന് ക്ഷീണിച്ചാൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നി ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നാലെ വന്ന് നിൽക്കുന്ന. കാരണം റസൂലിൻ്റെ അടുക്കലേക്ക് ശത്രുക്കൾ പെട്ടെന്ന് കയറി വരില്ല. റസൂലിലേക്ക് അടുക്കാൻ അവർക്കൊരു പേടിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾക്കൊരു ഭയം, ഒരു പേടി റസൂലുള്ളാഹിയിലേക്ക് കയറി വരാനുണ്ടായിരുന്നു എന്നാണ്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. ആ പേടി എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിലും ആരെയും ഭയപ്പെടാറില്ല എന്ന ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലിൻ്റെ മുന്നിലേക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ആ പേടി, സഹോദരങ്ങളെ, അത് റസൂലുള്ളാഹിന്റെ ഈമാനിന്റെ പ്രത്യേകതയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അഹ്സനന്നാസ്, ഏറ്റവും നല്ല മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലാണ്. വഅസ്ജഅന്നാസ്, ശക്തിമാനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലാണ്. അത് മസിൽ പവർ അല്ല, മസിൽ പവറിന്റെ ശക്തിയല്ല പറഞ്ഞത്, ഈമാനിന്റെ കരുത്താണ്. എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഉപമ പറയുന്നത്, മദീനയിൽ പിന്നെ ഒരു രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങണ സമയമാണ്, ഉറക്കത്തിൽ ആണ്ട് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് മദീനയുടെ ഒരു ഭാഗത്ത് ഘോരമായൊരു ശബ്ദം കേട്ടു. ഭീകരമായൊരു ശബ്ദം. ഞെട്ടിമുണർന്ന ആളുകൾ ഞെട്ടിമുണർന്നിട്ട് പുറത്തേക്കിറങ്ങാൻ തവക്കുലാക്കിയിട്ട് അവർ പുറത്തിറങ്ങാനുള്ള കാരണം എന്താ? റസൂലിനെ ശത്രുക്കൾ ആക്രമിച്ചോ, മദീന ശത്രുക്കൾ കീഴടക്കിയോ എന്നുള്ള പേടി. അവരെല്ലാവരും എണീറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനാണ് ഇവർ ഇറങ്ങണത്. പക്ഷേ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സ്വഹാബത്ത് ഒന്നടങ്കം ഓടിയെത്തുമ്പോൾ അവിടെ ഒരാളിങ്ങനെ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതാണ് കാണുന്നത്. ആ കണ്ണ് കാണാത്ത രാത്രിയിൽ ഒരാളിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് സ്വഹാബത്തിനെ കണ്ടപ്പോൾ അവിടുന്ന് നേരെ സ്വഹാബത്തിൻ്റെ നേരെ വന്നിട്ട് പറഞ്ഞു, ലൻ തസാഉ, നിങ്ങൾ പേടിക്കണ്ട, അവിടെ ഒന്നുമില്ല, ഞാനൊക്കെ പരിശോധിച്ചു എന്ന്. ഏതൊരു റസൂലിനെ സംരക്ഷിക്കാനാണോ ഇവർ ഓടിയത്, ആ റസൂല് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അലച്ചോക്കി, ശബ്ദം കേട്ട സ്ഥലത്ത് അല്ലാഹുവിൻ്റെ റസൂല് സ്വഹാബത്ത് ഇത്രയും മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ആ ധൈര്യം റസൂലുള്ളാഹിക്ക് എവിടുന്നാണ് കിട്ടിയത്? ആ ധൈര്യമാണ് ഈമാൻ. ആ ധൈര്യമാണ് സഹോദരങ്ങളെ ഈമാൻ. അതെല്ലാ മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. ഖന്തക്കിന്റെ ഭൂമിയിൽ കിടങ്ങ് കുഴിച്ച ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ. ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകൾ ഭാഗത്തും ശത്രുക്കളാണ്, മുൻവശത്തും ശത്രുക്കളാണ്. ആളുകൾ കൂടി ഹന്തക്കിൽ ഞങ്ങൾ കുടുങ്ങി എന്ന് തോന്നിയൊരു സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു ഈ ആരോട്? സ്വഹാബത്തിനോട്, അല്ലാഹുവിന്റെ റസൂലിനോട്, മുഹമ്മദേ എങ്ങനെങ്കിലും കഴിച്ചിലേക്കോ, ആൾക്കാര് ചെറിയ ടീമൊന്നുമല്ല വന്നാണ്, നിന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനുള്ള വരവാണ് അവര്, അതുകൊണ്ട് ഫഖ്ശൗഹും, നീ പേടിക്കണം എന്നാണ്. അവരെ നീ പേടിക്കണം, അവരുടെ വരവ് ചില്ലറയല്ല. കാരണം പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തും ശത്രുക്കളാണ്, പർവ്വതത്തിന്റെ മുൻവശത്തും ശത്രുക്കളാണ്, മധ്യത്തിലാണ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്ന് നിങ്ങളെ നാം കണ്ടു, നിങ്ങളുടെ തൊണ്ടയിലേക്ക് ജീവനെത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് സുൽസിലു, നിങ്ങൾ വിറപ്പിക്കപ്പെട്ടു, സിൽസാലൻ ശദീദാ, ശക്തമായ ഒരു വിറയൽ നിങ്ങളുടെ കൽബിനെ വിറപ്പിക്കപ്പെട്ട സമയമാണ്. എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നിയ സമയമാണ്. അന്നതാ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരന്ന് ഉറക്കുകയാണ്. അവരുടെ ഈമാനിനെ വസാദഹും ഈമാനാ, വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുന്നു എന്ന് ചരിത്രത്തിൽ കാണാം.
ഈമാന് കുറയല്ല, സമയത്ത് ഈമാൻ ഒന്നുകൂടി കൂടുകയാണ്. ഈമാന് വർദ്ധിക്കുകയുണ്ടായി. എന്നിട്ട് ഖാലു, അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞങ്ങളെന്തിനാ പേടിക്കുന്നത്, ഞങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? അതേ, ഞങ്ങൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചത് ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതിയായവനാണ്, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്രയോ ഉന്നതനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇത് തൗഹീദ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കാണാം. കർബലയിൽ വെച്ചുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. യാത്രാമധ്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടുത്തു നിർത്തി ഉബൈദുള്ളയുടെ ആളുകൾ വളഞ്ഞു, എന്നിട്ട് ആക്രമിക്കാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പരക്കം പാഞ്ഞു. നാനാഭാഗങ്ങളിലേക്കും തെറിക്കുമ്പോ ശത്രു സംഘമൊക്കെ അവരുടെ പിന്നാലെ ഓടി ആക്രമിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അന്ന് ഉബൈദുള്ള ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഹുസൈനിനെ തൊടാത്തത്? മുഹമ്മദിന്റെ പേരക്കുട്ടിയാണെന്ന പരിഗണനയിലാണോ നിങ്ങളും? പിന്നെ ഈ വ്യക്തിയെ, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈനിനെ നിങ്ങൾ എന്താ വധിക്കാത്തത്? എന്തേ നിങ്ങൾ കൊല്ലാത്തത്? എന്തേ നിങ്ങൾ ഹുസൈനിനെ ആക്രമിക്കാത്തത് എന്ന് ഉബൈദുള്ളയുടെ ചോദ്യം ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ശത്രുവതാ കുതിരപ്പുറത്ത് വേഗത്തിൽ കടന്നു വന്നിട്ട് നിൽക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തന്റെ കുതിരയുടെ കുളമ്പ് കൊണ്ട് നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിലത്ത് കിടത്തിയിട്ട് കുതിരയുടെ കുളമ്പ് കൊണ്ട്, ആ കുതിരയുടെ കാലുകൊണ്ട് ചവിട്ടിക്കുകയാണ് നെഞ്ചത്തേക്ക്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുന്നു. മർദ്ദനങ്ങളുടെ ചരിത്രം നമുക്ക് കാണാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദാഹിച്ച് വറ്റിയ വരണ്ട തൊണ്ടയുമായി വാ പൊളിച്ച് നിൽക്കുന്നത് ചരിത്രത്തിൽ കാണാം. യൂഫ്രട്ടീസിന്റെ തീരം നോക്കിയിട്ട് ഈ പീഡനങ്ങളുടെ മധ്യത്തിൽ നിന്ന് നിലത്ത് കൈകുത്തിയിട്ട് ഇങ്ങനെ നിരങ്ങാൻ തുടങ്ങി. നിലത്ത് കൈകുത്തിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, യൂഫ്രട്ടീസിന്റെ തീരത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിരങ്ങാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അറിയാം, ഞാൻ ഇവിടുന്ന് നിരങ്ങിയാൽ, ഈ നിരങ്ങിയാൽ ഇവിടുന്ന് തുകഞ്ഞുകൊണ്ട് ഞാൻ യൂഫ്രട്ടീസിന്റെ തീരത്തേക്ക് എനിക്ക് എത്താൻ കഴിയില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള യൂഫ്രട്ടീസിനെ ലക്ഷ്യം വെക്കാൻ ഈ സമയത്ത് എനിക്ക് സാധ്യമല്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം പരിശ്രമിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ വേദനയിൽ കഷ്ടപ്പെട്ട് പിടഞ്ഞുകൊണ്ട് യൂഫ്രട്ടീസിനെ ലക്ഷ്യമാക്കി തുകയുമ്പോ ഉബൈദുള്ളയുടെ രണ്ടാമത്തെ ചോദ്യം, അതെന്താ നിങ്ങൾ ഹുസൈനിനെ വിട്ടുകളഞ്ഞത്? എന്താ ഹുസൈനിനെ നിങ്ങൾ വധിക്കാത്തത്? ഹുസൈനിനെ നിങ്ങൾ എന്താ വധിക്കാത്തത്? വാ പൊളിച്ചുകൊണ്ട് വെള്ളം ചോദിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ നേരത്ത് ആ കർബലയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അമ്പെയ്യാൻ നിൽക്കുന്ന ഒരു ശത്രുവുണ്ട്. വാ പൊളിച്ചു നിൽക്കുന്ന വായിലേക്ക് അമ്പെയ്യാൻ വേണ്ടി, വാ പൊളിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ തൊള്ളയിലേക്ക്, വായിലേക്ക് അമ്പെയ്യാൻ വേണ്ടി അമ്പിങ്ങനെ വലിച്ചിട്ട് വായിലേക്ക് അമ്പ് ചെയ്ത സമയത്ത് അമ്പിങ്ങനെ വായിൽ കുത്തി നിൽക്കുന്ന അമ്പിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറിച്ചെടുത്തു. വായിൽ നിന്ന് നിർഗളിച്ച് രക്തം പുറത്തേക്ക് ചാടുമ്പോ രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ രക്തം തന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് കർബലയുടെ മണ്ണിൽ മുഖം കുത്തി വീഴുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ കാണാം. മണ്ണിൽ മുഖം കുത്തി കിടന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ, എന്റെ അതേ മുഹമ്മദ് നബിയുടെ മകളുടെ മകനോട് ഈ ക്രൂരത കാണിച്ച വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ. ആ വ്യക്തിയുടെ പേരെനിക്കറിയില്ല റബ്ബേ. ആ വ്യക്തിയുടെ അഡ്രസ് എനിക്കറിയില്ല റബ്ബേ. പക്ഷേ എന്നെ ആക്രമിച്ച ആ വ്യക്തിക്ക്, അവന്റെ കാര്യത്തിൽ റബ്ബേ ഞാൻ നിന്നോട് പരാതിപ്പെടുത്തുകയാണ്, നിന്നോട് ഞാൻ പരാതി ബോധിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ആ ക്രൂരന്മാർക്ക് അർഹമായത് നീ നൽകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് റബ്ബേ. ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. എനിക്ക് എന്റെ വാപ്പയിലേക്കല്ല എന്റെ വാപ്പയിലേക്ക് അഭയം പ്രാപിക്കുകയല്ല, എന്റെ വല്ലിപ്പയിലേക്കല്ല ഞാൻ അഭയം പ്രാപിക്കുന്നത്. പടച്ച റബ്ബേ, ഞാൻ നിന്നിലേക്കാണ് മടങ്ങുന്നത്, നിന്നിലേക്കാണ് എന്റെ പ്രാർത്ഥന ഞാൻ ഉയർത്തുന്നത് എന്ന് ഹുസൈൻ റളിയല്ലാഹു
റളിയല്ലാഹു പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ കാണാം. അതാണ് ഈമാൻ. അതാണ് ഈമാൻ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന ആയത്തിന് വിശദീകരണം പറയുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ രംഗത്തെ ഓർത്തുകൊണ്ട് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മുഹമ്മദ് നബിയുടെ മക്കൾക്ക് ഏതൊരു റബ്ബാണോ മതിയായവനായിട്ടുള്ളത് ആ റബ്ബ് മതി എനിക്ക് എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്. അതൊരു ചില്ലറ വാക്കല്ല, ഒരു ചെറിയ വർത്തമാനമല്ല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും റസൂലിന്റെയും കൽബിൽ നിന്ന് പുറത്തു വന്നതാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വന്ന ചരിത്രമാണ്. എല്ലാ രംഗത്തും നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ആ ഈമാൻ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ആ ഈമാൻ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുക? അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ട് അള്ളാനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നവർക്ക് കിട്ടും. അല്ലേ? നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കാണുന്നില്ല എന്ന് ശത്രുക്കളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിനൊരു വഖാറ്, ആ ഗാംഭീര്യം കാണണം. അള്ളാഹുവിന് നിങ്ങൾ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കണം എന്നാണ് പടച്ചോൻ പറഞ്ഞത്. അതെങ്ങനെ? എവിടെയും എൻ്റെ റബ്ബുണ്ട്, അവൻ സകലതും കാണുന്നവനാണ്, സകലതും കേൾക്കുന്നവനാണ്, എല്ലാത്തിനെ സംബന്ധിച്ചും അറിയുന്നവനാണ്. അങ്ങനെ ഒരു റബ്ബ് എനിക്കുണ്ട് എന്ന് ആ ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു മേഖലകളൊക്കെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റും വളരെ പെട്ടെന്ന്. തൗഹീദിൻ്റെ ഈ ഒരു ആശയം നമ്മുടെ കൽബിലുണ്ടോ സഹോദരങ്ങൾ, എല്ലാ രംഗവും ശരിപ്പെടുത്താൻ പറ്റും. ഈ ഒരു ഈമാൻ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോഴേക്ക് മന്ത്രിച്ചൂതിയ നൂല് കെട്ടിയാൽ എൻ്റെ പ്രശ്നം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിർഭയത്വം നേടിയെടുക്കാൻ കിട്ടൂല. എൻ്റെ റബ്ബ് എനിക്കുണ്ട് എന്ന് ആ ബേസിക് മുതൽ, ആദ്യം മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ അതിൻ്റെ അവസാനം വരെ ഒരുപോലെ അള്ളാഹനെ മനസ്സിലാക്കുന്നവർക്കേ കഴിയുള്ളൂ. ഈ നിർഭയത്വമില്ലാത്ത ആളുകളുടെ പ്രത്യേകത എന്താ പറയുക? ചെറിയൊരു പരീക്ഷണം വരുമ്പോഴേക്ക് അവർ അള്ളാഹനെ പഴി പറയും. നോക്കിങ്ങൾ, എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിരിച്ചറിയാൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ. നിങ്ങളെ നാം പേടിപ്പെടുത്തിക്കൊണ്ട് പരീക്ഷിക്കും. നിങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ചിട്ട് ഞാൻ പരീക്ഷിക്കും. ചിലപ്പോൾ നല്ല സമ്പത്ത് തന്ന് പരീക്ഷിക്കും, ചിലപ്പോൾ സമ്പത്ത് തരാതെ പരീക്ഷിക്കും. സമ്പത്തിലുള്ള പരീക്ഷണം നമ്മൾ അനുഭവിക്കാനുള്ള സംഭവമാണ്. ചിലപ്പോൾ നമ്മൾ നല്ല പൈസ ഉണ്ടാവും, കച്ചവടത്തിലൊക്കെ ഭയങ്കര ബർക്കത്തുണ്ടാവും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കച്ചവടം ഇല്ലാണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അള്ള പരീക്ഷിക്കുകയാണ്. ഇവിടെ ഞാൻ ക്ഷമിച്ചാൽ അള്ള എനിക്ക് ഇനിയും തരും എന്ന വിശ്വാസത്തിൽ കാത്തുനിന്നാൽ, റബ്ബിനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് വിജയം ഉണ്ടാവും. സമ്പത്ത് കിട്ടിയതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ സ്വഹാബികളില്ലേ ചരിത്രത്തിൽ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമറിന്റെ മുന്നിലേക്ക് കയറി വന്നു. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഉമറിന്റെ ഭരണകാലത്തെ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരു സമ്പന്നനാണ് ഖബ്ബാബ്. കച്ചവടം തുടങ്ങി. എങ്ങനെ കച്ചവടം തുടങ്ങിയാലും ഖബ്ബാബിന്റെ അക്കൗണ്ടിൽ പൈസ എങ്ങനെ കൂടുക, എങ്ങനെ നീതിപരമായി കച്ചവടം നടത്തിയാലും സമ്പത്ത് കൂടാൻ അള്ള കൊടുത്തോണ്ടേ നിൽക്കാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തിരിച്ചു പോകുമ്പോൾ ഖബ്ബാബിൻ്റെ തോള് മുതൽ ഈ താഴെ കണങ്കാല് വരെ, മുട്ടിൻ്റെ താഴേക്ക് വരെ തൂങ്ങി നിൽക്കുന്ന ഒരു തുണിയുണ്ടായിരുന്നു ഖബ്ബാബിൻ്റെ മുതുകത്ത്. ആ തുണി ഉമറിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് താഴെ കുതിർന്നു വീണു. അന്നാണ് ഖബ്ബാബിൻ്റെ മുതുക് ഭാഗം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത്. ശത്രുക്കൾ ഇരുമ്പിൻ്റെ കമ്പി പഴുപ്പിച്ചിട്ട് പിഴുതെടുത്തതാണ് ഖബ്ബാബിൻ്റെ മുതുക്. ഇരുമ്പിൻ്റെ കമ്പി പഴുപ്പിച്ചിട്ട്
മാംസങ്ങൾ പിഴുതെടുത്ത അടയാളം, എല്ലിങ്ങനെ കാണാൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ഖബ്ബാബിനെ കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രംഗം കണ്ടപ്പോൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് യാ ഖബ്ബാബ്, ഖബ്ബാബ് എന്താ നിൻ്റെ മുതുകിത്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ, എനിക്കെൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഒരു അടയാളമായി കാണിക്കാനുള്ളതാണ്. എന്താ അടയാളം? ഞാൻ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ എൻ്റെ യജമാനൻ എനിക്ക് തന്ന സമ്മാനമാണ്. ഇതിൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് കാണിക്കാനുള്ള അടയാളമാണ്. അതും പറഞ്ഞ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമറിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു സ്വഹാബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറഞ്ഞു, ഉമറെ, ഖബ്ബാബിനെ ഇന്ന് ഞാൻ കണ്ടു. ഉമറെ, ഖബ്ബാബ് വീട്ടിൽ മുസഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഖുർആൻ ഓതിയിട്ടുള്ളൊരു കരച്ചിലല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഉമറൊന്ന് സംസാരിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബ്ബാബിൻ്റെ അടുക്കലേക്ക് പോയി. ഖബ്ബാബിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അതേ രംഗത്തിൽ ഇരിക്കുകയാണ്. ഖബ്ബാബിൻ്റെ അടുക്കലേക്ക് ഉമർ എത്തിയപ്പോൾ മുസഹഫിനെ പൂട്ടിവെച്ച് ഉമറിൻ്റെ നേരെ സംസാരത്തിന് വേണ്ടി തിരിഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമറെ, എനിക്ക് പേടിയാകാണ് ഉമറെ, എനിക്ക് പേടി തോന്നാണ് ഉമറെ. എന്തു പറ്റി നിനക്കെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേടി, ഞാൻ എങ്ങനെ നീതിപരമായി കച്ചവടം നടത്തിയാലും അള്ളാഹ് എനിക്ക് സമ്പത്ത് തന്നുകൊണ്ടേ നിൽക്കുകയാണ് ഉമറെ, എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാനം ചെയ്തൂടെ, സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ പേടി, എൻ്റെ റബ്ബ് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾക്കും ഞാൻ ചെയ്ത ഈ ദീനിയായി അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത എല്ലാ ഇബാദത്തുകൾക്കും പകരം അള്ളാഹ് ഇവിടെ തന്നെ തന്നു തീർക്കാണോ, ആഖിറത്തിൽ എനിക്ക് ഇതിൻ്റെ പേരിൽ കിട്ടാതെ പോകുന്നുള്ളൊരു പേടി മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ. സമ്പത്ത് കൊണ്ട് അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണോ എന്ന്, സമ്പത്ത് തന്നിട്ട് പടച്ചോൻ്റെ പരീക്ഷിക്കുകയാണോ എന്ന് എനിക്ക് പേടിയാവുമെന്ന് പറയുന്നത് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയിട്ട് ആ നിഅമത്തിനെ സംബന്ധിച്ച് ഓർത്തിട്ട്, അള്ളാഹുവേ, ഇതുകൊണ്ട് നീ എൻ്റെ പരലോകത്തെ കൂലി കുറക്കരുത് എന്നൊരിക്കലെങ്കിലും പ്രാർത്ഥിക്കാൻ. സഹോദരങ്ങളെ, സ്വഹാബികൾ ചിന്തിച്ചതും സ്വഹാബികൾ അള്ളാഹനെ മനസ്സിലാക്കിയതും ആ രൂപത്തിലാണ്. അള്ളാഹ് തരുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ പടച്ചോൻ ഈ ദുനിയാവിൽ തന്ന് ആഖിറത്തിൽ അതിൻ്റെ കനം കുറയുമോ എന്ന പേടി അവരുടെ കൽബിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പടച്ചോൻ കൊടുത്തപ്പോഴും പേടിച്ചു, പറ്റ കൊടുക്കാതിരുന്നപ്പോഴും പേടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത സ്വഹാബികളുടെ മനസ്സിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ ഉൾക്കൊണ്ടതുപോലെ എന്ത് പ്രയാസം വന്നാലും, മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർ മുസാഹഫ് എടുക്കും, ഖുർആൻ ഓതും, പള്ളിയിൽ വന്നിരിക്കും. സ്വഹാബികളുടെ ശീലമായിരുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാം, ഭാര്യയുമായി ചെറിയൊരു വർത്താനം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഭാര്യ റസൂലുള്ളാഹിൻ്റെ മോളാണ് ഫാത്തിമ ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നപ്പോൾ ഫാത്തിമാൻ്റെ മോൻ ചെറിയൊരു കനം, ഫാത്തിമ ബീവിയുടെ മുഖത്ത് ചെറിയൊരു കനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലി എവിടെ? അപ്പോൾ അലീനെ സംബന്ധിച്ച് പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നു, എങ്ങോട്ടാ പോയി എന്നറിയില്ല. അങ്ങനല്ല, തെറ്റിയാൽ അങ്ങനെ വർത്താനുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അങ്ങാടി ചെന്നു. സ്വഹാബത്തിനോട് ചോദിച്ചു, അലീനെ കണ്ടോ? മരുമകൻ അലിയെ കണ്ടോ? ഇല്ല റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത് അലി പള്ളിയിൽ ഉണ്ടാവുന്നതാണ്. കാരണം ഭാര്യൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട പിന്നെ പള്ളിയിൽ പോയി കിടക്കുക സമാധാനത്തിൽ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേരെ പള്ളിയിൽ പോയി നോക്കിയപ്പോൾ പള്ളിയിലുണ്ട് ഇങ്ങനെ കിടക്കണം, അഭയം പ്രാപിക്കണവർ. എവിടെ? ഒരു സമാധാനം കിട്ടാൻ പിന്നെ അങ്ങാടിയിലല്ല, പിന്നെ ഇവിടെ പള്ളിയിൽ വന്നിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആവാൻ. അവർ റിലാക്സ് ആയിരുന്ന സ്ഥലം പള്ളിയാണ്. അവർക്കൊരു സമാധാനം കിട്ടിയിരുന്നത് മുസാഹഫാണ്. ഖുർആൻ ഓതും. ടെൻഷൻ വന്നാൽ ഖുർആൻ ഓതുക, ടെൻഷൻ വന്നാൽ സിഗരറ്റ് വലിക്കണം മനുഷ്യന്മാർ നമ്മളെ നാട്ടിൽ. ടെൻഷൻ വന്നാൽ ഖുർആൻ ഓതുക, ടെൻഷൻ വന്നാൽ പള്ളിയിൽ വന്നിരിക്കുക, അള്ളാഹിനോട് പറയുക. മണ്ണിലിങ്ങനെ കൈ തലയണയായി വെച്ച് കിടക്കുന്ന അലീനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അബാ തുറാബ്, മണ്ണിൻ്റെ മോനെ എണീക്കവിടുന്ന്. മണ്ണിൻ്റെ മോനെ പറഞ്ഞാൽ മണ്ണിൽ കിടക്കുന്നവരെ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പലി റളിയല്ലാഹു അൻഹു ചാടി എണീറ്റു.
ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോൾ അല്ലാഹു റസൂൽ തോളത്ത് ഇങ്ങനെ കൈതട്ടിയിട്ട് എന്താ ഇവിടെ നടക്കണേ, പള്ളിയിൽ പിന്നെ വീട്ടിലുണ്ട് ഭാര്യ അന്വേഷിക്കണം, ഒന്ന് വേഗം ചെല്ലുന്നു, എൻ്റെ ഭാര്യ അന്വേഷിക്കുന്നുണ്ട് പേരിൽ, നീ ചെല്ലുന്ന. എത്ര സൗമ്യമായി മരുമകനോട് സംസാരിക്കുന്നൊരു അമ്മോശൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം അല്ലേ സഹോദരങ്ങളെ. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അവർക്കവർ ഏതൊരു പ്രയാസത്തിൻ്റെ ഘട്ടം വന്നാലും അവർ റബ്ബിലേക്ക് അവരുടെ കൽബിനെ അടുപ്പിച്ചു എന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് അവരുടെ കൽബിനെ അടുപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും അള്ളാഹു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എൻ്റെ റബ്ബാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് അള്ളാഹ് പറഞ്ഞത്, വലനബലു വന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ. രോഗം അള്ളാഹ് തരും, എന്നിട്ട് പടച്ചോൻ പരീക്ഷിക്കും, പ്രയാസങ്ങൾ തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉർവത്ത് ഇബ്നു സുബൈർ, ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിത്വമാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിനൊരു പഴുപ്പ് ബാധിച്ചിട്ട് കാല് മുറിച്ചു മാറ്റാനുള്ള വിധിയുണ്ട്. കാല് മുറിക്കണം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു കളഞ്ഞു. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മുറിച്ചു കളഞ്ഞ കാല് കയ്യിലെടുത്തിട്ട് സ്വഹാബത്തിനോട് നൽകിയൊരു ഉപദേശമുണ്ട്, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്ന നിഅമത്താണ്, എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും തന്നത് എൻ്റെ റബ്ബാൻ. ആ റബ്ബിൻ്റെ കാല് മാത്രമാണ് തിരിച്ചെടുത്തിട്ടുള്ളത്. ആ റഹ്മാനായ റബ്ബ്, ആ റബ്ബിന് വേണമെങ്കിൽ എന്നെ തന്നെ തിരിച്ചെടുക്കായിരുന്നു, പക്ഷേ എൻ്റെ കാലാണ് പടച്ച റബ്ബ് തിരിച്ചെടുത്തത്. ബാക്കി അവയവങ്ങളൊക്കെ നിലനിർത്തി തന്ന റബ്ബ് എത്ര അനുഗ്രഹീതനാണ്, എത്ര അനുഗ്രഹീതനാണ്. 6 മക്കളിൽ ഒരു കുട്ടി മരിച്ചു ഉർവത്ത് ഇബ്നു സുബൈറിന്റെ. ആ ഒരു കുട്ടി മരിച്ച സമയത്ത് അദ്ദേഹം അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്തിനാ അൽഹംദുലില്ലാഹ്? 6 മക്കളിൽ 5 എണ്ണത്തിനെ ബാക്കി നിർത്തി തന്ന റബ്ബേ, നീ എത്ര അനുഗ്രഹീതനാണ്, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. ഉർവത്ത് ഇബ്നു സുബൈർ നോക്കൂ, അള്ളാഹ് തന്ന നിഅമത്തിനെ കൂടുതൽ കണ്ട് ആ നിഅമത്തിന് റബ്ബിനോട് ശുക്ർ പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹ് നമ്മുടെ ജീവിതത്തെ ഒന്ന് സേഫാക്കും. നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ഈ രൂപത്തിലുള്ള ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയും. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഏത് ഘട്ടത്തിലും, സന്തോഷത്തിന്റെ ഘട്ടത്തിലാവട്ടെ, ദുഃഖത്തിന്റെ ഘട്ടത്തിലാവട്ടെ, സങ്കടങ്ങളുടെ ഘട്ടത്തിലാവട്ടെ, വിഷമങ്ങളുടെ സന്ദർഭങ്ങളിലാവട്ടെ, നിങ്ങൾ വിളിക്കേണ്ടത് റബ്ബിനെയാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി, നബിയെ എൻ്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കണം റസൂലേ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു കൊടുക്കാൻ അല്ലാഹ്, നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലാഹ് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം പരിഹരിക്കണം ഭൂമിയിൽ വേറെ ഉണ്ടാവുക സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ശിർക്കിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്ന പ്രശ്നമല്ല. അവിടെ ഒരു കോംപ്രമൈസിനും നമ്മൾ എന്താ വരുന്നത്? തൗഹീദിൻ്റെ കാര്യത്തിൽ ആരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന പ്രശ്നമല്ല. കാരണം തൗഹീദാണ് ഇഹലോകത്തും പരലോകത്തും നമ്മൾ വിജയിക്കണമെങ്കിൽ കാതലായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വിഷയം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിഴവില്ലാതെ സ്വീകരിക്കുക എന്നുള്ളതാണ്, തകരാറുകളില്ലാതെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ മൗലൂദും റാത്തീബും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. സംഭവം എൻ്റെ ഭർത്താവ് മുജാഹിദൊക്കെ തന്നെയാണ്, പക്ഷെ കുട്ടിക്ക് വയ്യാതാകുമ്പോൾ വല്ല തലയിലും തട്ടിട്ടിട്ട് ആരും കാണാതെ തങ്ങളെടുത്ത് പോയിട്ട് ഒരു നൂലും കെട്ടിപ്പോന്നാൽ കുട്ടിൻ്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നവന്മാരുണ്ട്. ഒന്നും മാറൂല. അള്ളാഹ് പരീക്ഷിക്കാണ്, അള്ളാഹ് പരീക്ഷിക്കാണ്. ഏതർത്ഥത്തിലും നിങ്ങൾക്ക് അതിൽ നിന്ന് അഭയം നേടാൻ കഴിയില്ല. ശൈത്താൻ ഒരു തൃപ്തിയായിട്ട് പലതും തോന്നിക്കും. ശൈത്താൻ തൃപ്തിയായിട്ട് അത് അള്ളാഹ് പരീക്ഷിച്ചതാ. ആ പരീക്ഷണത്തിൽ പരാജയപ്പെടാൻ നിൽക്കേണ്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുരക്ഷിതത്വത്തിന്റെ മാർഗങ്ങളും അള്ളാഹു നമുക്ക് നൽകും. പിന്നെ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കൂടുതൽ പരീക്ഷണങ്ങൾ വരും. പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നതാണ്. പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകന്മാർ, അല്ലേ? അതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നിർഭയത്തുള്ള ഒരു വിശ്വാസം കരങ്ങളിലുണ്ടോ, ആ വിശ്വാസത്തെ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എങ്കിൽ നമുക്ക് വിജയമുണ്ട്. എല്ലാ രംഗത്തും നമുക്ക് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ പരിഹാരം ദിക്റുകളാണ്, പരിഹാരം പ്രാർത്ഥനയാണ്, പരിഹാരം ദുആയാണ്. എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥന കൊണ്ട് വിജയം നേടിയ രംഗങ്ങൾ ചരിത്രത്തിലില്ലേ? ഒന്ന് ബദർ നമുക്ക് വലിയ പാഠം. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. രാത്രി മഴ പെയ്തു, തലേ ദിവസം രാത്രി ബദറിന്റെ ഭൂമിയിൽ മഴ പെയ്തു. മണ്ണിനൊരു ഗ്രിപ്പ് കിട്ടുമാറ് അള്ളാഹു മണ്ണിനെ പാകപ്പെടുത്തി കൊടുത്തു വിശ്വാസികൾക്ക്. ബദറിന്റെ പോരാട്ടത്തിന്റെ ഭൂമിയെ സ്വഹാബത്തിന് അനുകൂലമായ രൂപത്തിൽ, സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ, ചൂടില്ലാത്തൊരു കാലാവസ്ഥ അന്നത്തെ രാത്രി അവർക്ക് ഒരുക്കിക്കൊടുത്ത റഹ്മാനായ റബ്ബ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ സഹായം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ആ രാത്രിയിൽ ഉറങ്ങാത്തൊരു നേതാവ് ഉണ്ടായിരുന്നു ബദറിൽ. ഉറങ്ങാത്തൊരു നേതാവ്, ഉറക്കം വന്നാലും ഉറങ്ങാത്തൊരു നേതാവ്. രാത്രിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തല ഉയർത്തി നോക്കുമ്പോ റസൂലിനെ മാത്രം കാണാനില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നടന്നപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതേ കച്ചത്തിന്റെ വെള്ള കാണുമാറ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ള ദുആ ചെയ്യുന്ന ആ രംഗമാണ് ഹബീബായ റസൂലുള്ളാഹിനെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത്. റസൂലുള്ളാഹിന്റെ തോളിലുള്ളൊരു തുണി താഴെ വീണിട്ട് പോലും റസൂൽ അറിഞ്ഞിട്ടില്ല. അങ്ങനെ റബ്ബിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന റസൂലിന്റെ അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹ് നമ്മളെ സംരക്ഷിക്കും, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ സമാധാനിക്കൂ റസൂലേ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നോക്കിങ്ങള്, اللهم إن تهلك هذه العصابة ولم تعبد في الأرض أبدا. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകില്ല റബ്ബേ എന്ന് ഹബീബായ റസൂലിന്റെ പ്രാർത്ഥന ബദറിന്റെ ഭൂമിയിൽ വെച്ച് നമുക്ക് കാണാം. യുദ്ധം കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ള സ്വഹാബത്ത് പറയാണ്, റസൂലേ, ഞങ്ങൾ യുദ്ധത്തിൽ ഞങ്ങൾ വെട്ടിയിട്ടില്ല, ഞാൻ ശത്രുവിന്റെ നേരെ ഇങ്ങനെ വാളോങ്ങിയിട്ടേ ഉള്ളൂ, തല താഴെ വീഴുന്നതാണ് കണ്ടത്. ആരാണ് വെട്ടിയതെന്നറിയില്ല റസൂലേ, എന്താണ് സംഭവിച്ചതെന്നറിയില്ല നബിയെ. ഇത് ബദറിൽ കണ്ട യാഥാർത്ഥ്യമാണ്. സ്വഹാബത്ത് പറയുമ്പോ അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നുണ്ട്. അതേ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയത് കൊണ്ട്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായം തേടി പ്രാർത്ഥിച്ചത് കൊണ്ട്, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകിയതാണ്. 1000-ലധികം വരുന്ന മലക്കുകളെ ബദറിന്റെ ഭൂമിയിലേക്ക് ഇറക്കാനുള്ള കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് അല്ലാഹ് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് അത്ഭുതം നേടിയെടുത്ത രംഗം അത് ബദറിലെ നമുക്ക് കാണാൻ പറ്റുന്ന പാടാണ്. 3 ആളുകൾ ഗുഹയിലകപ്പെട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുഹാവാസികൾ ആ ഗുഹയുടെ മുഖത്ത് വന്നൊരു കല്ല് വന്നടഞ്ഞപ്പോ ഗുഹയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് എങ്ങനെ? 3 ആളുകൾ കൂടി തള്ളിയാലും കല്ല് പോകൂല, അതിന് മാത്രം വരുന്നൊരു പാറക്കല്ല് വന്ന് ഗുഹാമുഖത്തടയാൻ. ആ ഗുഹയുടെ അകത്ത് നിന്ന് പുറത്തു ചാടാൻ എന്താണ് ഒരു വഴി? 3 ആളുകളും തീരുമാനിച്ചത് റബ്ബിനോട് ഓരോ ആവശ്യം, അവർ ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 3 ആളുകളും ദുആ ചെയ്തു. 3 ആളുകളും അവർ ചെയ്ത നന്മകളെ മുൻനിർത്തി പ്രാർത്ഥിച്ചു. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തിന്മ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നിനക്ക് വേണ്ടി, നിന്റെ പേര് കേട്ടപ്പോ ഒരു തെറ്റിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട് റബ്ബേ, അത് നിനക്ക് വേണ്ടിയായിരുന്നു, പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന തീർന്നതോടെ മുഖത്തുനിന്ന്
ഗുഹാമുഖത്തുനിന്ന് കല്ലിങ്ങട്ട അകന്നു പോവുക. മൂന്നാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന തീരുമ്പോൾ കല്ല് പൂർണ്ണമായി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. അത് പ്രാർത്ഥന കൊണ്ടുണ്ടാക്കിയ അത്ഭുതമല്ലേ? പ്രാർത്ഥന കൊണ്ട് കിട്ടിയ അത്ഭുതമല്ലേ? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂസലമ മരിച്ചന്ന് അബൂസലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമ്മുസലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പിന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന ഉമ്മുസലമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞത്? നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ്. എന്താ പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. ഈ പ്രാർത്ഥനകൾ മുറുകെ പിടിക്കണം എന്നാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. പടച്ച റബ്ബേ, നീ തന്ന പരീക്ഷണത്തിലിതാ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ സഹിച്ചിരിക്കുന്നു റബ്ബേ. വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറുള്ളത് നീ എനിക്ക് തിരിച്ചു തരണേ അല്ലാഹ്. ഭർത്താവ് മരിച്ച സമയത്ത്, അബൂസലമ മരിച്ച സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയണേ, ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അബൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഇനി എങ്ങനെ കിട്ടുകയെന്ന് ചിന്തിച്ചു. ഇനി അതിനേക്കാളും നല്ലൊരു ഭർത്താവിനെ കിട്ടൂ. വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, ഖൈറായത് നീ എനിക്ക് തിരിച്ചു തരണേ എന്നാണ് പറഞ്ഞത്. ആ ഖൈറിപ്പ് എന്തായിരിക്കും? അബൂസലമ നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു വ്യക്തിത്വമായിരുന്നു, നന്നായി പരിചരിച്ച്, നന്നായി നോക്കിയ, നന്നായി പരിഗണിച്ച് വളർത്തിയ ഒരു ഭർത്താവ്. ആ ഭർത്താവിനെ പോലെ ഇനി ഒരു ഭർത്താവ് കിട്ടുമോ എന്ന് ചിന്തിച്ചു പോവുക. പക്ഷേ ഇദ്ദയുടെ കാലം കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയെ വിവാഹം കഴിക്കുന്നത് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹിന്റെ ഭാര്യയാകാനുള്ള തൗഫീഖ് കിട്ടിയെന്നാണ്. ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ യാഥാർത്ഥ്യം, പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ട ആ പ്രാർത്ഥനയാണ് അതിൻ്റെ കാരണം. അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്തതാണ് കാരണമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നത് കാണാം. പ്രാർത്ഥന എന്നുള്ളത് നിസ്സാര സംഭവമൊന്നുമല്ല. ഇന്നത്തെ രാത്രി സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ ലൈലത്തുൽ ഖദർ ലഭിക്കാവുന്ന രാത്രിയാണ്. അവസാനത്തെ 10 ഒരുപക്ഷെ ഇത് അവസാനത്തെ രാത്രിയാകാനും സാധ്യതയുള്ള രാത്രി. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്ക റബ്ബിനോട്, കാര്യങ്ങൾ റബ്ബിനോട് തുറന്നു പറയാം. പരിശുദ്ധ റമദാനിൽ ചോദിക്കേണ്ടത് അല്ലാഹുവോട് മനസ്സ് തുറന്ന് ചോദിച്ചാൽ അല്ലാഹു തരും നമുക്ക് ഉത്തരം. ഒരുപാട് അവസരങ്ങളാണ്. ഒന്ന് രാത്രിയുടെ സമയം, ഇബാദത്തിന്റെ സന്ദർഭം. ഈ സമയത്തൊക്കെ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ, നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സമയം. നോമ്പുകാരനായ ഒരു വ്യക്തി നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നേരത്ത് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയം, അത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സമയം. ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ആ സമയത്ത് നാട്ടുവർത്താനൊക്കെ നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ മുഴുകേണ്ട സമയം. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന എല്ലാ അർത്ഥത്തിലും അവസരങ്ങൾ മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധ റമദാൻ. ഈ റമദാനിൽ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, മനസ്സുരുകി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാം. നമ്മുടെ ദുആകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, ഇന്നലെ എന്നെ ഒരു ചെറിയ ജീവി എന്നെ കടിച്ചു, ഒരു ജീവി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് എന്നെ കടിച്ചത് നിനക്കറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ സ്വഹാബി പറഞ്ഞു, അഖറബ്, അതൊരു തേളാണെന്ന് തോന്നുന്നു. ഒരു തേളിനെ കുത്തി. വല്ലാത്ത കടച്ചിലായിരുന്നു രാത്രി, ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെടുത്ത വാക്കെന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിനക്ക് ഇന്നലെ രാത്രി ഇങ്ങനെ ദുആ ചെയ്തുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പല ഘട്ടത്തിലും ഈ പ്രാർത്ഥന നമുക്ക് ആയുധാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാ മിൻ ശർരി മാ ഖലഖ്. ഈ പറയപ്പെടുന്ന കെലിമത്ത് കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു, സകല സൃഷ്ടികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഏത് സൃഷ്ടിയാവട്ടെ, മനുഷ്യരാവാം, ജിന്നവർഗത്തിൽപ്പെട്ടവരാകാം, അതെ, പിന്നെ
ഇഴഞ്ഞു നീങ്ങുന്ന ഇഴജന്തുക്കളിൽപ്പെട്ടതാവാം, ഏത് സൃഷ്ടിയാവട്ടെ, അതിൻ്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു കാവലിനെ ചോദിക്കാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. ഒരു വീട്ടിൽ നിന്ന് പോയി, നിങ്ങളെ വീട്ടിൽ നിന്ന് പോയിട്ട് നിങ്ങളൊരു ലക്ഷ്യം, ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെട്ടാൽ അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് നിങ്ങളുടെ മൻസിലിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം. വീട്ടിലെ ഭാരിച്ച ജോലി പറഞ്ഞ സമയത്ത് മോള് ഫാത്തിമ ബീവി, പകരം എനിക്കൊരാളെ നിർത്തിത്തരുമെന്നാ ചോദിച്ചത്. എനിക്ക് വീട്ടിലെ ജോലി ഭാരം തോന്നുകയാണ് റസൂലെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ച്? സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കാൻ, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കാൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ദുആ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ പഠിപ്പിക്കാൻ. ഇങ്ങനെ ജീവിതമാർഗം കാണിച്ചു തന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഈ ഒരു ശൈലി എല്ലാ മേഖലയിലും സ്വീകരിച്ച് ജീവിക്കുക. ഇബാദത്തുകൾ കൊണ്ട് മനസ്സിന് സ്വസ്ഥത ലഭിക്കും, പ്രാർത്ഥനകൾ കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കും, ദിക്റുകൾ കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കും. എല്ലാ അർത്ഥത്തിലും അസ്വസ്ഥമായ ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ നിർഭയത്വമുള്ളൊരു വിശ്വാസം നേടിയെടുക്കണം. അതാണ് എല്ലാ യുദ്ധഭൂമികളിലെയും എല്ലാ ചരിത്ര സംഭവങ്ങളിലെയും സ്വഹാബത്തിന് കിട്ടിയ ഏറ്റവും വലിയ എനർജി എന്നുള്ളത് ഈ ഒരു വിശ്വാസവും ഈ ദുആയും ഈ ദിക്റുകളും ദുആകളും ഈ ഇബാദത്തൊക്കെ. ഈ ഇബാദത്തിലെ സഹോദരങ്ങളെ, ഈ പറയപ്പെടുന്ന ജീവിത ശൈലിയെ ഒരു റമളാനിൽ മാത്രം ചെയ്തിട്ട് നിർത്താനുള്ളൊരു സംഭവമല്ല. അത് റമളാൻ തീർന്നാലും ഈ തഖ്വയും ഈമാനും ഒക്കെ നിലനിർത്തിക്കൊണ്ടോണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മക്കത്ത് കയറ് മടഞ്ഞുണ്ടാക്കുന്നൊരു ഭ്രാന്തിപ്പെണ്ണുണ്ടായിരുന്നു അത്രേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മടഞ്ഞുണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു കെട്ടിടണമല്ലോ, ആ കെട്ടിടാതെ അതാണ് വിടും. എന്താ സംഭവിക്കുക? രാവിലെ മുതൽ മെടഞ്ഞുണ്ടാക്കിയ പിരി മുഴുവനും അഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ഭ്രാന്തിപ്പെണ്ണുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ ഉള്ള ഭ്രാന്തിപ്പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഒരു റമളാനിൻ്റെ 1-ാം തീയതി മുതൽ റമളാനിൻ്റെ അവസാന ദിവസം വരെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ഉറക്കൊഴിച്ച് ഇബാദത്തൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് അവസാനം ഒറ്റ പെരുന്നാൾ കൊണ്ട് അടിച്ച് പൊളിച്ചട തൂഫാനാക്കി. എല്ലാം തീർന്നു. പിന്നെ തഖ്വല്ല, ഈമാനില്ല, ഇഖ്ലാസില്ല, ഒന്നുമില്ല. അങ്ങനെ നിങ്ങളാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ അമൽ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഇബാദത്തിൽ തുടർച്ചയുണ്ടാവുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞ അങ്ങനെ നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരാൾ റമളാനിൽ ജീവിച്ചതുപോലെ തന്നെ റമളാൻ കഴിഞ്ഞാലും അയാളുടെ ജീവിതം ഉണ്ടാവും. ചില ആൾക്കാർ മനസ്സിലാക്കിയത് ഇബാദത്തൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒറ്റ മാസം കൊണ്ട് ഇബാദത്തൊക്കെ തീർന്നു, ഇനി ഇബാദത്തൊന്നുമില്ല എന്ന്. നിസ്കാരം അങ്ങനെ തന്നെ ഉണ്ട്, മാറ്റമൊന്നുമില്ല. പുരുഷന്മാർ ജമാഅത്തിന് പള്ളിക്ക് എത്തന്നെ വേണം. ഇബാദത്തുകൾ അങ്ങനെ തന്നെ ഉണ്ട്. സുന്നത്ത് നോമ്പില്ലേ? ഉണ്ട്. എത്ര സുന്നത്ത് നോമ്പുകൾ, റസൂലുള്ള പുണ്യം പഠിപ്പിച്ച നോമ്പുകൾ, ആ നോമ്പുകൾ അവിടെ ബാക്കിയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. രാത്രി നമസ്കാരം, വിശ്വാസികൾ രാത്രിയിൽ അല്ലാഹനെ ഭയന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്. അത് അവിടെ തീരല്ല, അവിടെ നിന്നുണ്ട്. ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണങ്ങൾ ഒക്കെ റമളാനോടെ നിൽക്കല്ല, തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ തുടർച്ച ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇബാദത്തുകളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ. ആ തുടർച്ച നമ്മൾ നിലനിർത്തിക്കൊണ്ടോണം. റമളാൻ എന്ന മാസം മാത്രമേ നമ്മളോട് വിട പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തെ റബ്ബ് പഠിപ്പിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി കണിഞ്ഞ് നമ്മൾ പരിശ്രമിക്കുക. നല്ല വ്യക്തിത്വങ്ങളായി മാറുക. തഖ്വയെ മുറുകെ പിടിക്കുക. മരിക്കണ നേരത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഫാത്തിമ ബീവിയോട് പറഞ്ഞ വാക്ക്, ഫാത്തിമ വാപ്പ ഇവിടുന്ന് പോവുകയാണ്, വാപ്പ ദുനിയാവിൽ നിന്ന് യാത്രയാവാണ്, വാപ്പാൻ്റെ മരണം അടുത്തിരിക്കുന്നു മോളെ. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു എന്ന് കാണാം ചരിത്രത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ കരയരുത് മോളെ, നീ കരയരുത്. എന്നിട്ട് റസൂൽ കൊടുത്ത ഉപദേശം എന്താ അറിയോ? ഇത്തഖില്ലാ ഫത്തഖില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം. ഫത്തഖില്ലാഹ വസ്ബിരി, നീ ക്ഷമയോടെ അല്ലാഹനെ സൂക്ഷിക്കണം മോളെ. പല രൂപത്തിലും നിന്നെ വഞ്ചിക്കുന്നൊരു ലോകാണിത്. എല്ലാ അർത്ഥത്തിലും ചതിക്കുന്നൊരു ലോകാണിത്.
ഈ ലോകത്ത് നിന്നെ വഴികെടുത്താൻ വേണ്ടി പല കോലത്തിലുള്ള ആളുകൾ വരും, പല കോലത്തിലുള്ള രൂപങ്ങൾ വരും, പല കോലത്തിലുള്ള അലങ്കാരങ്ങൾ നമ്മുടെ മുന്നിൽ പ്രകടമാകും. പക്ഷേ ഫത്തഖില്ല, നീ അള്ളാഹനെ സൂക്ഷിക്കണം. മുആദ് ബിൻ ജബൽ, എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ ദഅവത്ത് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന മുആദ് ബിൻ ജബലിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്ന മുആദിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഒട്ടകപ്പുറത്തിരിക്കുന്ന മുആദിൻ്റെ മുട്ടുംകാലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, നീ പോകുമ്പോൾ ഈ മുഹമ്മദ് ഇവിടെ ഉണ്ട്. മുആദേ, നീ തിരിച്ചു വരുമ്പോൾ ഈ മുഹമ്മദ് ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നീ വരുന്നത് ഒരുപക്ഷെ എൻ്റെ ഖബറിന്റെ ചാരത്ത് കൂടിയായിരിക്കും. നീ തിരിച്ചു വരുന്നത് ഒന്നുകിൽ എൻ്റെ വീട്ടിന്റെ മുന്നിലൂടെ, അല്ലെങ്കിൽ എൻ്റെ ഖബറിന്റെ ചാരത്ത് കൂടിയായിരിക്കും മുആദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം കേട്ടപ്പോൾ ബബകാ മുആദൻ ജശആ ലിഫിറാഖി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ വേർപാടിനെ ഓർത്തിട്ട് ആ വാഹനപ്പുറത്തിരുന്ന് മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത് ചരിത്രത്തിൽ കാണാം. പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന്റെ കാലിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, മുആദേ, നീ കരയണ്ട മുആദേ, നീ സമാധാനിക്കു മുആദേ. ഞാൻ പറയാനുള്ള കാരണം ഇത്തഖുല്ലാഹ്, നീ അല്ലാഹനെ സൂക്ഷിക്കണേ മുആദ്, റബ്ബിനെ സൂക്ഷിച്ച് നീ ജീവിക്കണേ മുആദേ. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും ശരി, ഭൂമിയുടെ ഏതിലും ദിക്കിലാണെങ്കിലും ശരി, രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലോ എവിടെയാണെങ്കിലും ശരി, മുആദേ, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. മക്കൾക്ക് ഈ ഉപദേശം കൊടുക്കാൻ കഴിയണം, ഭാര്യയ്ക്ക് ഈ ഉപദേശം കൊടുക്കാൻ കഴിയണം, ഭർത്താവിന് ഈ ഉപദേശം കൊടുക്കാൻ കഴിയണം, വീട്ടിലെ മാതാപിതാക്കൾക്ക് ഈ ഉപദേശം സമ്മാനിക്കാൻ കഴിയണം. എപ്പോഴും നമുക്ക് കൊടുക്കാനുള്ള വസിയ്യത്ത് അല്ലാഹനെ കുറിച്ചുള്ള വസിയ്യത്താവട്ടെ, റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാവട്ടെ. ജീവിതത്തിൽ ആ തെക്കുവ കൊണ്ടാണ് ജീവിതം നന്നാക്കാൻ പറ്റുള്ളൂ. തെക്കുവ എന്താണെന്ന് പ്രാക്ടിക്കലായി പഠിച്ചൊരു മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ മാസത്തിൽ കിട്ടിയ എനർജി ഒരു വർഷത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന, നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. നമ്മൾ നശിപ്പിക്കരുത്, നമ്മൾ നാസാക്കരുത്. അതുകൊണ്ട് ഇതിനെ ശരിക്ക് നിലനിർത്തി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. വിശ്വാസരംഗം നന്നാക്കുക, കർമ്മരംഗങ്ങൾ ശുദ്ധീകരിക്കുക, പ്രാർത്ഥന ആയുധമായി സ്വീകരിക്കുക. അള്ളാഹുവിന് വഖാറ് കൽപ്പിക്കേണ്ട മുറപ്രകാരം അള്ളാഹ്ക്ക് വഖാറ് കൽപ്പിച്ച് റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുക. പരലോകം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക. ഇബാദത്തുകളെ നന്നാക്കി ശരിപ്പെടുത്തിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഇഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി ദുആ ചെയ്തും മനസ്സിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഈദ്ഗാഹിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കുക. നമ്മളൊക്കെ ഏത് സമയത്തും ഭൂമിയിൽ നിന്ന് യാത്രയാവാനുള്ളവരാണ്, വിട പറയാനുള്ളവരാണ് എന്നൊരു ബോധവും ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയൊരു റമദാൻ കടന്നു വരുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഇങ്ങനെ ഇരിക്കും നമുക്ക് പറയാൻ കഴിയില്ല, ആരൊക്കെ ജീവിച്ചിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ഒന്നുണ്ട്, പരസ്പര മുഖങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോവുകയാണ്, ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ ഇനി ഇവിടെ തിരിച്ചെത്തുമ്പോൾ ആരൊക്കെ ഉണ്ടാവും, തിരിച്ചെത്താൻ ഞാനുണ്ടാകുമോ ഒന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതൊക്കെ എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം, ആ ബോധവും ആ ചിന്തയൊക്കെ. ഞാൻ എല്ലാ സന്ദർഭത്തിലും പിന്നെ ഓർത്തു പോകുന്ന ഒരു രംഗം എന്തെന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ ഉമ്മ മരിച്ച അന്ന് ഉമ്മയുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നത് വരെ വലിയ ഫീലിംഗ് ഒന്നും, സങ്കടങ്ങളുണ്ടെങ്കിലും അത്ര ഫീലിംഗ് തോന്നിയില്ല. ഉമ്മാൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചപ്പോൾ ഒന്ന് ഒരു വേദന തോന്നി. ഖബറിൽ വെച്ചിട്ട് അതിലേറെ വേദന തോന്നിയൊരു സമയപ്പെടാൻ അറിയുങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ വില ബോധ്യപ്പെട്ടൊരു സമയമാണ്. മറക്കാൻ പറ്റാത്തൊരു വേദന മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞതാണ്. കാരണം എപ്പോൾ ചെന്നാലും ഉമ്മ അവിടെ ഉണ്ടാവും, ഉമ്മയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണും. ആ പുഞ്ചിരിക്കുന്ന മുഖം അത് മാഞ്ഞു പോയല്ലോ എന്ന് ഓർത്തു പോയൊരു സമയം ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു വ്യക്തി ആ സ്ഥാനത്തില്ലെങ്കിൽ ആ വ്യക്തിയുടെ വില എന്താണെന്ന് ബോധ്യപ്പെടുന്ന സമയം അതാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം ഒന്നും തിരിച്ചറിയില്ല. ഒരാൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ വില എന്താണെന്ന് ബോധ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. അന്ന് നമ്മൾ പറയും, ഓ ആ മനുഷ്യൻ അല്ലേ
പക്ഷെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്പരം തിരിച്ചറിയാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ വിഷമങ്ങൾ പരസ്പരം കൈമാറാനോ മനസ്സിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പൊന്നുമില്ലാതെ പരസ്പരം ഒന്ന് ജീവിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മ നിറഞ്ഞ ജീവിതം നയിക്കുക, പരസ്പരം ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചിട്ടും നല്ല മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നല്ല ഒരു വ്യക്തിത്വമായി നല്ല കൽബോട് കൂടി ഭൂമിയിൽ ജീവിക്കാനും നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തിപ്പെടുമ്പോൾ എല്ലാ അർത്ഥത്തിലും നന്മ നിറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ആ ഒരു സൊഫിൽ നമ്മൾ നിൽക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കൂടുതൽ ഇബാദത്തുകളിലേക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ സ്ഥാപനത്തിന് നിങ്ങൾ നന്നായി പിന്നെ ഒരു പരിചരണം കൊടുക്കണം, പരിഗണന നൽകണം. നിങ്ങളെ സമ്പത്ത് വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ ആദ്യം ഈ നാട്ടിലുള്ള ഇവിടെ പഠിക്കുന്ന മക്കളെ, ഇവിടെ ഇതിനു വേണ്ടി ചെലവഴിച്ച് ഓടി നടക്കുന്ന ആളുകളെ നിങ്ങളെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം, നിങ്ങൾ കൊടുക്കണം. ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യണം. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളിയെ സംബന്ധിച്ച് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് നന്നായി ചിന്തിക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ നിന്ന് കൊടുക്കണം. ഞാനിവിടെ പിന്നെ വരുമ്പോഴൊക്കെ എപ്പോഴും കാണുന്ന എല്ലാ മുഖങ്ങളും അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ? ഈ ഒരു ഐക്യവും സ്നേഹമൊക്കെ എന്നും നിലനിർത്തിക്കൊണ്ടോണം. ഇവിടെ കയറി വരുമ്പോൾ പിന്നെ കാണുന്ന കുറച്ച് മുഖങ്ങൾ നമ്മൾ ഫത്താഖാനെ പോലെ മുസ്തഫാനെ പോലെ ഇവരൊക്കെ പോലുള്ള ആ മുഖങ്ങൾ ഇവിടെ ഇപ്പോൾ കയറി വന്നപ്പോൾ പിന്നെ ആദ്യം നമ്മളെ മുഖത്ത് തെളിഞ്ഞത് മൊയ്തൂക്കാണ്. നമ്മുടെ പരിചയങ്ങളാണ്, നമ്മുടെ ബന്ധങ്ങളാണ്. പക്ഷെ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇതിന് ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കായി ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഇനിയും നമ്മൾ ശക്തമായി നമ്മളിതിൻ്റെ കൂടെ നിൽക്കണം, നമ്മുടെ മക്കളൊക്കെ ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കണം. ദീനിയായി അവർ വളരട്ടെ, നന്മയുടെ രംഗത്ത് അവരുണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മക്കളെ നിങ്ങൾ വാർത്തെടുക്കണം. ഞാൻ അവസാനമായി ഓർമ്മപ്പെടുത്തണം എന്താ വെച്ചാൽ, എനിക്ക് പിന്നെ ഞാൻ ഇന്നലെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് രാത്രി ഏകദേശം 12:30 മണി 1 മണിയോട് അടുക്കണ സമയത്താണ് നാദാപുരത്തൊന്നും ഇങ്ങനെ കടന്നു പോരുന്നത്. കുറ്റ്യാടി നാദാപുരം കടന്നു പോരുമ്പോൾ ചുരുങ്ങിയതൊരു ആ സമയത്തൊരു 100-200 ചെറുപ്പക്കാരുണ്ടാവും റോട്ടിൽ. എവിടെ? നാദാപുരത്ത്. എല്ലാവരും ഖിയാമുൽ ലൈലിലും വിവാദത്തിനും വേണ്ടി തിരിയുമ്പോൾ നമ്മുടെ മക്കൾ റോട്ടിലാണ്. ആണും പെണ്ണും പുട്ടും കടലും കുഴച്ച പോലെ ആ രാത്രിയുടെ സമയത്ത് 1 മണിയോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. റോട്ടിലാണ്, അവരുല്ലസിക്കുകയാണ്, അവർ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ്. വെറുതെ അവിടെ തുറന്നു വെച്ച 4-5 കടകളുണ്ട്. ആ കടകളുടെ മുന്നിലൂടെ ബഹളം വെച്ചിട്ട് ഒരു ടീം വണ്ടിയിൽ പോകുമ്പോൾ കൂക്കുക, അപ്പോൾ മറ്റേ ടീം അതിൻ്റെ ഒപ്പം കൂക്കി കൊടുക്കുക. റോട്ടിൽ നിൽക്കണവർ ഇങ്ങനൊരു കുറുക്കന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ടീമായി നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. രാത്രിയിൽ ഉറക്കൊഴിക്കുന്ന മക്കൾ കൂടുതൽ നമ്മളെ മക്കൾ ഉറക്കൊഴിക്കുന്നുണ്ടെങ്കിൽ വല്ല കാര്യത്തിൽ നിങ്ങൾ പേടിക്കണം. മക്കൾ നേരത്തെ കാലത്തെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നന്നായിട്ട് നോക്കണം. ഒക്കെ അപകടമാണ്. ഇതൊന്നും നോക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നാളെ ചോദിക്കും, നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒക്കെ അമാനത്താണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെയും ഹബീബായ റസൂലിൻ്റെ സുന്നത്തുകളെയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ കോടതിയിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം എന്നറിയപ്പെടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ കണ്ണി ചേരാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ